സർക്കാർ ശമ്പളം പറ്റുന്നവർ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നത് തെറ്റായ കാര്യമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. 1400 പേർ ഇത്തരത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നതായാണ് ഫയൽ വന്നിട്ടുള്ളത്. കൃത്യമായി അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറയുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രമല്ല, സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നവരും സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരുടെ കൂട്ടത്തിലുണ്ട്. അർഹരായ നിരവധി പേരെയാണ് ഇത് ബാധിക്കുന്നതെന്നും അതിനാൽ ഇത്തരക്കാർ സ്വയം ചിന്തിക്കണമെന്നും മന്ത്രി കൊട്ടാരക്കരയിൽ പ്രതികരിച്ചു. അങ്ങനെ ഒരു പ്രാഥമികമായ അന്വേഷണത്തിനകത്ത് 1400ഓളം വരുന്ന സർക്കാർ ശമ്പളം വാങ്ങുന്ന വിവിധ ജീവനക്കാർ സാമൂഹ്യക്ഷേമ പെൻഷൻ മേടിക്കുന്നതായിട്ട് കണ്ടെത്തിയ ഒരു ഫയൽ വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് വളരെ കൃത്യമായി അന്വേഷിച്ച് ആവശ്യമായ നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം വകുപ്പുകൾക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനൊരു കാര്യം ചെയ്യുന്നത് അങ്ങേയറ്റം തെറ്റായൊരു കാര്യമാണെന്നുള്ളതാണ് പ്രാഥമികമായ റിപ്പോർട്ടിനകത്ത് വന്നിട്ടുള്ളത്. അതനുസരിച്ചിട്ടുള്ള നടപടികൾക്കായിട്ട് ആ വകുപ്പുകൾ അതിന് സ്റ്റെപ്പ് എടുക്കും. ശക്തമായ നടപടി വകുപ്പിന്റെ ഭാഗത്തുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ ധനകാര്യ വകുപ്പിന്റെ ഇൻസ്പെക്ഷൻ വളരെ ശക്തമായിട്ട് തന്നെ കാര്യം പറഞ്ഞിട്ടാണ് അങ്ങോട്ട് ഇട്ടേക്കുന്നത്. അവര് ഈ ഡാറ്റ എടുത്തിട്ടാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. കാരണം സാമൂഹ്യക്ഷേമ പെൻഷൻ മേടിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആൾക്ക് കിട്ടേണ്ടതാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ. ഇപ്പം ഏതെങ്കിലും തരത്തിലുള്ള വരുമാനവും പ്രത്യേകിച്ച് സർക്കാർ ശമ്പളമുള്ള ആളുകൾ അങ്ങനെ മേടിക്കുക എന്ന് പറയുമ്പോൾ തെറ്റായ കാര്യമാണ്. നമ്മുടെ സാമൂഹ്യ സുരക്ഷയെ ഒക്കെ ബാധിക്കുന്ന പ്രശ്നമാണ്. അത് അവിടെ മാത്രമല്ല, ഏതൊരു സ്ഥലത്തായാലും അനർഹരായിട്ടുള്ള ആളുകൾ മേടിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പാവപ്പെട്ട അർഹരായ ആളുകൾക്ക് കിട്ടേണ്ടതിന് തടസ്സം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ശരിയായ ഒരു കാര്യമല്ല. നടപടി തുടങ്ങിയിട്ട് കുറച്ചുകൂടെ, പക്ഷേ ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ കണ്ടത് ഇത്ര താമസമുണ്ട്, കാലതാമസം ഇത് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതിന് പരിശോധന നടത്തിയിട്ട് ഇതിന് ഒത്തിരി സംവിധാനങ്ങളൊക്കെ ആധാറും ഒക്കെ ലിങ്ക്ഡാണ്. പക്ഷെ അതിന്റെ പരിശോധന നടത്തിയിട്ട് ഇപ്പോഴാണ് കിട്ടിയത്. എന്തായാലും അങ്ങനത്തെ കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ പരിശോധിക്കണം എന്നുള്ള നിലപാടെടുത്തു. ഇപ്പോഴാണ് കണ്ടെത്തിയെന്നുള്ളത് കൊണ്ട് ആ കണ്ടെത്തിയെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഒരു സ്വയം ചിന്തയും കൂടെ നടത്താം. ഇത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, പല സ്ഥലത്തും പരിശോധനാ റിപ്പോർട്ടുകളിൽ കാണുന്നത് ഇതിനൊട്ടും അർഹതയില്ലാത്ത ആളുകൾ, നല്ല സമ്പത്തുള്ള ആളുകൾ ഇത് വാങ്ങുന്നുണ്ട്. അപ്പോൾ വെറുതെ ഒരു പഞ്ചായത്തിന്റെ സർട്ടിഫിക്കറ്റ് മേടിച്ച്, മുനിസിപ്പാലിറ്റിയിലെ ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് ഇത് മേടിക്കുക എന്ന് പറഞ്ഞാൽ അർഹതയുള്ള കിട്ടാനുള്ള ആളുകൾക്ക് കിട്ടാനുള്ളതിനെയാണ് ബാധിക്കുക. അപ്പോൾ അതൊരു തെറ്റായ കാര്യമാണെന്ന് പറഞ്ഞാൽ അവരൊക്കെ അത് വാങ്ങാതിരിക്കുക എന്നുള്ളൊരു ശരിയായ കാര്യം കൂടി സ്വീകരിക്കാവുന്നതാണ് ഇതറിയുമ്പോൾ. അപ്പോൾ കണ്ടെത്തിയത് നമ്മൾ നിലപാടെടുത്തു. ഇതിനാവശ്യമായിട്ടുള്ള നടപടി ഉണ്ടാവണമല്ലോ.